സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഫ്രൈ പാനിലാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സിമ്പിളായിട്ടും നമുക്ക് ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടറോ അല്ലെങ്കിൽ തൈരോ എടുക്കാവുന്നതാണ്. തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് തൈര് എടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ തന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ മിൽക്ക് തയ്യാറാക്കുന്നത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പാലിലേക്ക് ഒരു സ്പൂൺ വിനാഗിരിയായി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. അതിനുശേഷം അത് ബട്ടർ മിൽക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് വാനില എസൻസ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് തിക്കായിട്ടുമല്ല ഒരുപാട് ലൂസായിട്ടുമല്ല. ഇനി നമുക്ക് ഫ്രൈ പാനിലേക്ക് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതിയാവും. ഇനി ഇതൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കേക്ക് ബാറ്റർ എല്ലായിടും ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കും. വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമും 2 ടേബിൾ സ്പൂണ് ഐസിങ് ഷുഗറൂടെ ചേർത്തിട്ട് നല്ല സ്റ്റിഫായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നല്ലപോലെ പതിഞ്ഞ് വന്നതിന് ശേഷം സ്പീഡ് കൂട്ടി കൊടുത്ത് നല്ല സ്റ്റിഫായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് കേക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു മണിക്കൂർ നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റിഫായി കിട്ടുകയും ചെയ്യും. ഐസിങ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. ഇനി കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറി സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം ആക്കിയതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റാർ നോസിൽ ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൂടി വരച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് ചെറീസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ചെറീസ് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്, ഷുഗർ ക്യാൻഡിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറീസ് ആണ് ഇഷ്ടമെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഫ്രീസറിലേക്ക് വെച്ച് തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.